നമസ്കാരം. അഡ്വക്കേറ്റ് ഗീനാകുമാരിയെ തിരുവനന്തപുരം ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റി. പകരം അഡീഷണൽ പ്രോസിക്യൂട്ടർ AR ഷാജിക്ക് ചുമതല നൽകി മുഖ്യമന്ത്രി ഉത്തരവിട്ടു. ഗീനാകുമാരിക്ക് പകരം മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ റെയ്ഡ് നടത്തി മടങ്ങുന്നതിനിടെ ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട കേസിൽ അഡ്വക്കേറ്റ് A സന്തോഷ് കുമാറിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചു. പ്രോസിക്യൂട്ടർ ഗീനാകുമാരിയുടെ വീഴ്ച ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സർക്കാർ അതിവേഗ നീക്കങ്ങളാണ് നടത്തിയത്. 2011-2015 കാലയളവിൽ ജില്ലാ ഗവൺമെന്റ് പ്ലീഡറായിരുന്ന സന്തോഷ് കുമാർ പ്രഗത്ഭനായ അഭിഭാഷകനാണ്. തിങ്കളാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ സന്തോഷ് കുമാർ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ ഹാജരാകും. സംസ്ഥാന സർക്കാരിന് മുന്നിൽ വെല്ലുവിളിയായ കേസായി ED ആക്രമിച്ച കേസ് മാറുന്ന പശ്ചാത്തലത്തിലാണ് ഈ നടപടിയിലേക്ക് സർക്കാർ നീങ്ങുന്നത്. കേസിലെ 9ാം പ്രതിക്ക് ജാമ്യം ലഭിച്ചത് ഏറെ വിവാദമായിരുന്നു. ഇതിന് വഴിയൊരുക്കിയത് ഗീനാകുമാരിയുടെ വീഴ്ചയാണെന്ന് വ്യക്തമായിരുന്നു. പോലീസ് റിപ്പോർട്ടിന് ഘടകവിരുദ്ധമായി വാദിച്ച് പ്രതിക്ക് ജാമ്യത്തിന് വഴിയൊരുക്കുകയാണ് പ്രോസിക്യൂട്ടറിൽ നിന്നും ഉണ്ടായത്. ഈ പശ്ചാത്തലത്തിലാണ് അഡ്വക്കേറ്റ് സന്തോഷ് കുമാറിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിക്കുന്നത്. കല്ലുവാതുക്കൽ, വിഷമത്തി ദുരന്തം, ചെറിയതുറ വെടിവെപ്പ് തുടങ്ങിയ കേസുകളിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിരുന്നു A സന്തോഷ് കുമാർ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് വേണ്ടി സന്തോഷ് കുമാർ പലതവണ ഹാജരായിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ അതിവിശ്വസ്തനായിരുന്ന വക്കീൽ കൂടിയാണ് സന്തോഷ് കുമാർ. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9ാം പ്രതി ഹരീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷയിൽ തിങ്കളാഴ്ച EDയുടെ വാദം കേൾക്കുമ്പോഴാണ് സന്തോഷ് കുമാർ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരാകുന്നത്. 12ാം പ്രതി ലെനിൻ രാജിന്റെ ജാമ്യാപേക്ഷയിലും കോടതി വിശദമായ വാദം കേൾക്കുന്നുണ്ട്. നേരത്തെ 9ാം പ്രതി ഹരീഷിനെ വീണ്ടും കസ്റ്റഡിയിൽ വേണ്ടെന്ന് പ്രോസിക്യൂട്ടർ ഗീനാകുമാരി കോടതിയെ അറിയിച്ചിരുന്നു. ഇത് പരിഗണിച്ച് കോടതി പ്രതിക്ക് ജാമ്യം അനുവദിക്കുകയായിരുന്നു. തുടർന്ന് പ്രതിക്ക് ജാമ്യം ലഭിക്കുന്നതിന് പ്രോസിക്യൂട്ടർ ഒത്തുകളിച്ചുവെന്ന് പോലീസ് ആരോപിച്ചിരുന്നു. പ്രോസിക്യൂട്ടറെ മാറ്റണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം സിറ്റി പോലീസ് കമ്മീഷണർക്ക് കത്തും നൽകിയിരുന്നു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതിക്ക് ജാമ്യം ലഭിക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒത്തുകളിച്ചെന്ന ആരോപണം ശക്തമായതോടെയാണ് ഗീനാകുമാരി മാറ്റിയത്. കേസിന്റെ ഗൗരവം കുറയ്ക്കുന്ന തരത്തിൽ പ്രോസിക്യൂട്ടർ കോടതിയിൽ നിലപാടെടുത്തത് വലിയ വിവാദമായ സാഹചര്യത്തിലാണ് നടപടി. 9ാം പ്രതിക്ക് ജാമ്യം ലഭിച്ചത് വലിയ വീഴ്ചയായിട്ട് വിലയിരുത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സർക്കാർ കർശന നടപടികളിലേക്ക് കടന്നത്. ജാമ്യം നൽകരുതെന്ന് വ്യക്തമാക്കുന്ന 13 കാരണങ്ങളടങ്ങിയ പോലീസ് റിപ്പോർട്ട് നേരത്തെ തന്നെ പ്രോസിക്യൂട്ടറുടെ കൈവശം ഉണ്ടായിരുന്നിട്ടും ഇത് അവഗണിച്ച് പ്രതിയെ ഇനി കസ്റ്റഡിയിൽ വേണ്ട എന്ന നിലപാട് കോടതിയിൽ സ്വീകരിക്കുകയായിരുന്നു. പോലീസ് റിപ്പോർട്ടിന് ഘടകവിരുദ്ധമായി പ്രോസിക്യൂട്ടർ നടത്തിയ ഈ വാദം കോടതി ജാമ്യം അനുവദിക്കുന്നതിന് കാരണമായിരുന്നു. ഈ സംഭവ വികാസങ്ങളിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയ അന്വേഷണ സംഘം സിറ്റി പോലീസ് കമ്മീഷണർക്ക് തുടർന്ന് കത്ത് നൽകിയായിരുന്നു. പ്രോസിക്യൂട്ടറുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ നടപടി കേസിനെ അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണെന്ന് ED ഉറച്ചു വിശ്വസിക്കുന്നു. ഇതിന്റെ ഭാഗമായി കേസിൽ നേരിട്ട് കക്ഷി ചേരാൻ ED അസിസ്റ്റന്റ് ഡയറക്ടർ സനത് റെഡ്ഡി കോടതിയിൽ ഹർജി നൽകി. അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്നും ജാമ്യാപേക്ഷയിൽ പ്രോസിക്യൂട്ടർ സ്വീകരിച്ച നിലപാട് അങ്ങേയറ്റം സംശയാസ്പദമാണെന്നും ED ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെളിയിക്കേണ്ടതുണ്ടെന്നും ഒളിവിലുള്ള മറ്റു പ്രതികളെ പിടികൂടാൻ ജാമ്യം തടയേണ്ടത് അത്യാവശ്യമാണെന്നും ED വ്യക്തമാക്കി. അവസാന നിമിഷം മാത്രമാണ് പോലീസ് റിപ്പോർട്ട് ലഭിച്ചതെന്ന പ്രോസിക്യൂട്ടറുടെ വാദം കളവാണെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ പുറത്തു വന്നത്. ഈ മാസം 18-ന് തന്നെ പോലീസ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. എന്നിട്ടും ജാമ്യ ഹർജി പരിഗണിച്ച 24-ാം തീയതി വരെ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്താനോ നിലപാട് വ്യക്തമാക്കാനോ പ്രോസിക്യൂട്ടർ തയ്യാറായില്ല. നേതാക്കളുടെ സാന്നിധ്യത്തിൽ നടന്ന അക്രമം EDയെ തടയാൻ വേണ്ടി മാത്രം നടത്തിയതാണെന്നിരിക്കെ കേസിനെ ലഘൂകരിക്കാൻ പ്രോസിക്യൂട്ടർ കാണിച്ച അമിതാവേശം കേസിന്റെ അടിവേറിറക്കുന്നതാണ്. കേസിൽ കക്ഷി ചേരാൻ ED കൂടി എത്തുന്നതോടെ ഉന്നത നേതാക്കളെ പ്രതിരോധത്തിലാക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്തുവരുമെന്നാണ് വിലയിരുത്തൽ.